വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായും നഷ്ടപ്പെട്ട വൃക്കസ്തംഭനം എന്ന അവസാന ഘട്ടത്തിൽ എത്തിയാൽ പോലും രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ആയുർദൈർഘ്യം നീട്ടിക്കൊണ്ടുപോകാൻ ആധുനിക വൈദ്യശാസ്ത്രം സജ്ജമാണ്. അന്ത്യസ്ഥിതിയിലായ വൃക്കസ്തംഭനമുള്ള ഒരു വ്യക്തിക്ക് 2 ചികിത്സാ രീതികളാണുള്ളത്. ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. ഡയാലിസിസ് 2 തരമുണ്ട്. ഒന്ന് ഹീമോ ഡയാലിസിസ്, 2 പെരിറ്റോണിയൽ ഡയാലിസിസ്. 2 തരം ഡയാലിസിസ് ഉണ്ട്. ശരീരത്തിൽ ഉള്ള രക്തക്കുഴലിൽ നിന്ന് ഒരു സൂചിയിലൂടെ രക്തം പുറത്തെടുത്ത് ഒരു കൃത്രിമ വൃക്ക, ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ഉപകരണത്തിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച രക്തം തിരിച്ച് രോഗിക്ക് നൽകുന്ന ചികിത്സയാണ് ഹീമോ ഡയാലിസിസ്. അപ്പോൾ ഇതിനായി ഒരു ഉപകരണം ആവശ്യമുണ്ട്. ഓരോ ആഴ്ചയിലും 4 മണിക്കൂർ വീതം 3 പ്രാവശ്യമാണ് ഹീമോ ഡയാലിസിസ് ചെയ്യേണ്ടത്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സാ രീതി രോഗിക്ക് സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു തരം ഡയാലിസിസ് ആണ്. നമ്മുടെ ഉദരത്തിനുള്ളിൽ പെരിറ്റോണിയം എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ഉദരത്തിനകത്തേക്ക് ഒരു പ്രത്യേകതരം ദ്രാവകം കടത്തിവിട്ട് കുറച്ച് മണിക്കൂറുകൾ ആ ദ്രാവകം ഉദരത്തിനകത്ത് സൂക്ഷിച്ച ശേഷം പുറത്തേക്ക് എടുക്കുന്ന ചികിത്സാ രീതിയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ ചികിത്സാ രീതി രോഗിക്ക് തന്നെ സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു ഡയാലിസിസ് ആണ്. വൃക്കകളുടെ പ്രവർത്തനം ഏകദേശം 90% നഷ്ടപ്പെട്ടു കഴിയുമ്പോഴുള്ള അവസ്ഥയെയാണ് നാം അന്ത്യസ്ഥിതിയിലായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ രോഗിക്ക് ഉള്ള ഒരു ചികിത്സാ രീതിയാണ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയ. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന വ്യക്തി പരിശോധനകളിലൂടെ മറ്റുള്ള അവയവങ്ങളെല്ലാം സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നിർണ്ണയിച്ച ശേഷമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമാണ് എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. ഈ ശസ്ത്രക്രിയക്ക് സ്വാഭാവികമായും ഒരു വൃക്കയുടെ ആവശ്യമുണ്ട്. വൃക്ക കൊടുക്കുവാനായി ഏറ്റവും നല്ല ദാതാക്കൾ സ്വന്തം മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, സ്വന്തം മക്കൾ എന്നിവരാണ്. ഇതുകൂടാതെ നിയമപ്രകാരം നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, മുത്തശ്ശൻ മുത്തശ്ശി, ഇവരിൽ നിന്നും വൃക്കകൾ എടുക്കാം നിയമപ്രകാരം. അതുകൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വൃക്കദാനം സാധ്യമാണ്. ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ശരിയായ ക്രമീകരണങ്ങൾ വരുത്തുന്നതിലൂടെ വൃക്കരോഗങ്ങളിൽ നല്ലൊരു പങ്ക് തടയാനാവും. പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കഴിക്കാവുന്നതാണ്. എന്നാൽ വൃക്കരോഗമുള്ളവർ ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. പൊട്ടാസ്യത്തിന്റെയും മാംസ്യത്തിന്റെയും അളവ് കൂടുന്നത് വൃക്കകൾക്ക് കൂടുതൽ അധ്വാനം വരുത്തിവെക്കും. ധാരാളം വെള്ളം കുടിക്കുന്നതും വൃക്കരോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. കായികാധ്വാനമുള്ള ജോലികൾ ചെയ്യുന്നവരും അമിതവണ്ണമുള്ളവരും കൂടുതൽ വെള്ളം കുടിക്കണം. അതേസമയം വൃക്കരോഗമുള്ളവർ വളരെ നിയന്ത്രിതമായ അളവിലെ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ശരീരത്തിലെ ലവണാംശം നിയന്ത്രിക്കുന്നതിൽ വൃക്കകൾക്ക് സുപ്രധാന പങ്കാണുള്ളത്. അതിനാൽ പ്രമേഹവും രക്താതിമർദ്ദവും ഉള്ളവർ ഉപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കണം. മദ്യമാണ് മറ്റൊരു വില്ലൻ. മദ്യം വൃക്കകൾക്ക് കാര്യമായ തകരാറുണ്ടാക്കും. അതുപോലെ തന്നെ പുകവലിയും. അനുബന്ധ രോഗങ്ങളായ ഹൃദ്രോഗവും പ്രമേഹവും രക്താതിമർദ്ദവും തടയുക എന്നതാണ് മറ്റൊരു കാര്യം. ഇവ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ വൃക്കകളും സുരക്ഷിതമായിരിക്കും. ഇതിനാവശ്യമായ ജീവിതശൈലി ക്രമീകരണങ്ങൾ സ്വീകരിക്കുന്നത് വൃക്കകളെയും രക്ഷിക്കും. കിഡ്നി ഡിസീസ് വന്നാൽ 90% ആൾക്കാർക്കും അമിതമായ രക്തസമ്മർദ്ദം കാണും. ഏർലി പീരിയഡിൽ കിഡ്നി ഡിസീസിൻ്റെ തുടക്കത്തിൽ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, അമിത രക്തസമ്മർദ്ദം, രക്താതിസമ്മർദ്ദത്തിൻ്റെ അളവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ കിഡ്നി ഡിസീസ് കൂടുന്നതനുസരിച്ച് രക്തസമ്മർദ്ദത്തിൻ്റെ തോതും കൂടി വരും. കൂടുതൽ മരുന്നുകൾ കഴിച്ചിട്ട് വേണം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ എന്നൊരു ഘട്ടം വരും. അപ്പോൾ കിഡ്നി ഡിസീസിൻ്റെ ഏർലി പീരിയഡിൽ നമ്മൾ ഭാവിയിൽ കിഡ്നീൻ്റെ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. മൈൽഡായിട്ടുള്ളൊരു കിഡ്നി ഡിസീസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സ്റ്റേജിലും ഈ പറഞ്ഞ പഥ്യങ്ങൾ, അമിതമായ വണ്ണം ഒഴിവാക്കുക, ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ഉപ്പിൻ്റെ തോത് നല്ലവണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളൊരു പ്രധാന പഥ്യമായിട്ട് പറയുന്നത്. വൃക്ക സ്തംഭനമുള്ളവർ എല്ലാ ആശയം വെടിഞ്ഞ് ഇനി നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ യാതൊരു വഴിയുമില്ല, കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ മാത്രമേ നാം ജീവിക്കൂ എന്ന് കരുതേണ്ട ആവശ്യമില്ല.
ഡയാലിസിസ് എന്ന ചികിത്സ എടുത്താൽ കൊല്ലങ്ങളായി ഡയാലിസിസിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. 14-15 വർഷം ഹീമോഡയാലിസിസിൽ പോകുന്ന വ്യക്തികൾ ഇപ്പോഴും എൻ്റെ കൂടെ ചികിത്സയിലുണ്ട്. അതേമാതിരി തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്ത് വർഷങ്ങളോളം സുഖമായി ജീവിക്കുന്ന വ്യക്തികളുണ്ട്. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് 26 വർഷം കഴിഞ്ഞ ഒരു വ്യക്തി ഇന്ന് ഞാൻ കണ്ടിരുന്നു. വളരെ വർഷങ്ങൾ സുഖമായി ഈ ചികിത്സ കൊണ്ട് ഗുണം ലഭിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ വൃക്കരോഗമുള്ളവർ തീർച്ചയായും നിരാശരാവേണ്ട യാതൊരു ആവശ്യവുമില്ല. വളരെ നേരത്തെ തന്നെ രോഗനിർണയം നടത്തി അതിന് ശരിയായ ചികിത്സ നടത്തി ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് ചെയ്യേണ്ടത്. തീർച്ചയായും വൃക്കരോഗം, പലതരം വൃക്കരോഗങ്ങളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമാണ്, പലതും നിയന്ത്രിക്കുവാൻ സാധ്യമാണ്. ഇനി ഗുഡ് ലൈഫ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് നിന്നുള്ള 47 വയസ്സുള്ള പുഷ്പയാണ്. കഴിഞ്ഞ 16 വർഷമായി വൃക്കരോഗബാധിതയാണ് പുഷ്പ. കഴിഞ്ഞ 2 വർഷമായി ഡയാലിസിസിലാണ് ഇവർ. കോഴിക്കോട് അത്തോളി കൊങ്ങന്നൂരിലെ പുതിയാറമ്പത്ത് പുഷ്പ വൃക്കരോഗിയാണ്. കഴിഞ്ഞ 16 വർഷമായി മല്ലടിക്കുന്നു രോഗവുമായി പുഷ്പ. രണ്ടാമത്തെ മകനെ ഗർഭിണിയായിരിക്കെ ആദ്യം രോഗം തിരിച്ചറിഞ്ഞു. ഒപ്പം ഹൃദയത്തിനും ചെറിയ തകരാറ് കണ്ടെത്തി. പിന്നീട് ഇങ്ങോട്ട് മരുന്നുകളുടെ ലോകത്താണ് ഈ കുടുംബം. 16ാമത്തെ കൊല്ലമാണ് സൂക്കേട് വന്നിട്ട്. അതുവരെ 4 കൊല്ലം മരുന്ന് കുടിച്ച് ഇപ്പോൾ 1.5 കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ മോനെ വയറ്റിലാണ് കൊണ്ട് മരുന്ന് കുടിക്കാൻ പറ്റിയില്ല. മോൻ്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ടിന് തകരാറായതുകൊണ്ട് ആ മരുന്ന് മാത്രം കുടിച്ചു. ഇപ്പം 4.5 കൊല്ലം ഈ മരുന്ന് വൃക്കേൻ്റെ മരുന്നാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് രോഗം വന്നപ്പോൾ നിലച്ചതാണ് വീടിൻ്റെ പണി. ഈ പ്ലാസ്റ്റിക് ചായ്പിൽ വളർന്നു കുട്ടികൾ. തിരിച്ചടികളിലും നന്നായി പഠിച്ചു അപർണയും അഭയറാമും. ഇരുവരും ഇപ്പോൾ അത്തോളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ. അച്ഛൻ ജയരാമന്റെ മീൻപിടുത്തത്തിൽ നിന്നുള്ള വരുമാനമാണ് ആകെ ആശ്രയം. പുഴയിൽ മീനും കുറയുകയാണ്. അങ്ങനെ ചികിത്സ മുടങ്ങാതെ പോകുന്നുണ്ട്. പുഴയിൽ നിന്ന് കിട്ടിയിട്ട് അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ വീട്ടിൽ ഞാൻ ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ അവിടെ കിടക്കും. പിന്നെ കടാവും. പിന്നെ വായ്പ വാങ്ങാൻ വരും. വായ്പ എത്രയാണെന്ന് വെച്ചിട്ട് വാങ്ങും. പരമാവധി ഞാൻ കഷ്ടപ്പെട്ടു അതിന് 4 രാത്രിയും പകലൊക്കെ ആയിട്ട് പണിയെടുക്കും. ആഴ്ചയിൽ 3 തവണയെങ്കിലും പുഷ്പയ്ക്ക് ഡയാലിസിസ് വേണം. അതിനിടെ ജീവിക്കണം. ചുറ്റും വേദനയുടെ കടലുണ്ട്. വേദനയിൽ നിന്ന് രക്ഷ തേടുകയാണ് ഈ കുടുംബം. പുഷ്പയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നല്ലവരായ പ്രേക്ഷകരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഗുഡ് ലൈഫിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. മറ്റൊരു രോഗത്തെക്കുറിച്ചുള്ള അറിവുകളുമായി ഗുഡ് ലൈഫിലൂടെ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.